ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ സ്വാമിതൃപാദങ്ങളുടെ പാദപത്മങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയുടെ തിരുമുൻപിലും പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ പഠന ഗ്രൂപ്പിലെ അഡ്മിൻ പ്രവർത്തകരെ, ഈ ഗ്രൂപ്പിലെ ഏറെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഈ ഗ്രൂപ്പിൽ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം ചതയം വരെയുള്ള ഒരു തീർത്ഥാടന സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതും ഇതേ കർത്തവ്യം തന്നെയാണ്. അപ്പോൾ ഒന്നാം ദിനമായ ഇന്ന് ഗുരുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമുക്കറിയാലോ, ഭഗവാന്റെ ജനനം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു ജനനമാണ്. ഭഗവാന്റെ ആ ജനനം, ആ ജനനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ അവതാരത്തിന് ശേഷമാണ് ഈ ഭ്രാന്താലയമായി കിടന്നിരുന്ന കേരളത്തിനെ ദേവാലയമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിരുന്നത്. അല്ലെങ്കിൽ ശവമയമായി കിടന്നിരുന്ന സമൂഹത്തിനെ ശിവമയമാക്കി മാറ്റുവാൻ കഴിഞ്ഞത് നാരായണ ഗുരുവിന്റെ അവതാരത്തോടു കൂടിയാണ്. അപ്പോൾ ഈ അവതാരം കൈക്കൊള്ളുന്ന സമയത്തും ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതായത് ഗുരുവിന്റെ ജനന സമയം എന്ന് പറയുന്നതും നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ, ഏതൊക്കെയാണ് ആ യോഗങ്ങൾ, രാശികൾ എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. പലർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും പലപ്പോഴും ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ധാരാളം സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങളിലൊന്നാണ്, അല്ലേ? അപ്പോൾ ഗുരുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1856 ആഗസ്റ്റ് മാസം 28 തീയതി, അതായത് കൃത്യമായി പറഞ്ഞാൽ മലയാള വർഷം 1032 ചിങ്ങമാസം 14 തീയതി ചതയം നക്ഷത്രത്തിലാണ് ഭഗവാൻ ചെമ്പഴന്തിയിൽ പൂജാതനാവുന്നത്. ചെമ്പഴന്തി എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം, തിരുവനന്തപുരത്താണ് ചെമ്പഴന്തി എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വയൽവാരത്ത് വീട്ടിലാണ് മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി നാരായണ ഗുരു അഥവാ ശ്രീനാരായണ ഗുരുദേവ സ്വാമിതൃപാദങ്ങൾ പൂജാതനാകുന്നത്. അപ്പോൾ ഈ വയൽവാരം വീട് നാളുകൾക്ക് മുൻപേ പ്രശസ്തിയായിരുന്നു. അതായത് ഗുരു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഈ വയൽവാരം വീട് വളരെ പ്രശസ്തിയായിരുന്ന ഒരു തറവാടാണ്. അതെങ്ങനെയാണ് പ്രശസ്തിയായതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതായത് ഈ വയൽവാരം വീടിനെ പ്രശസ്തിയുടെ കൊടിമുടിയിലേക്ക് എത്തിച്ചത് കൊച്ചനാശാൻ എന്ന പേരില് പ്രസിദ്ധനായ ഒരു പൂർവികൻ ഉണ്ടായിരുന്നു ആ തറവാട്ടില്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം, ചിറയൻകീഴ്, നെയ്യാറ്റിൻകര മുതലായ സ്ഥലങ്ങളിലെ പ്രമാണിമാരുടെ ഒക്കെ വീടുകളിൽ ചെന്നിട്ട് ഗ്രന്ഥങ്ങളും കരണങ്ങളും ഒക്കെ ഓലയിൽ പകർത്തുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. അപ്പോൾ ഈ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുത്തൻ കൊച്ചനാശാൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രമാണിമാരുടെ ഇടയിലും ഇദ്ദേഹത്തിനൊരു സ്വാഗതമുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലും വയൽവാരം വീട് അവിടെ എന്താണ്, നേരത്തെ തന്നെ പ്രശസ്തി ആർജിച്ച ഒരു തറവാട് വീടായി ഉയർന്നു നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഒരു 72 വയസ്സിലായപ്പോഴാണ്, അല്ലെങ്കിൽ 72 വയസ്സ് പൂർത്തിയായപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നിത്യബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട് കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷമാണ് നാരായണ ഗുരുവിന്റെ ജനനം, ഭഗവാൻ ജനിക്കുന്നത്. അപ്പോൾ ഈ എഴുത്തൻ അല്ലെങ്കിൽ ഈ കൊച്ചനാശാന്റെ എന്താണ്, ഈ കൊച്ചനാശാൻ എന്ന പേരിലുള്ള ഈ അദ്ദേഹത്തിന്റെ പൂർവികന്റെ ഏഹ് രൂപസാദൃശ്യം ഗുരുവിനും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൊച്ചനാശാന്റെ സഹോദരിയുടെ മകളാണ് കുട്ടിയമ്മ. അപ്പോൾ ആ കുട്ടിയമ്മയുടെ മകനാണ് ആഹ് നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവര് തമ്മില് രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു കൊച്ചനാശാന്റെ ആ ഒരു ബ്രഹ്മചര്യത്തിനെ ചെറുപ്പം മുതല് പാലിക്കുവാനായിട്ടൊക്കെ, അല്ലെങ്കിൽ അനുഷ്ഠിക്കുവാനായിട്ടൊക്കെ ഗുരുവിനൊരു പ്രത്യേക താല്പര്യം കാണപ്പെട്ടിരുന്നു. നമുക്കറിയാം, ഗുരുവിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് മാടനാശാനും കുട്ടിയമ്മയുമാണ്. അപ്പോൾ ആശാൻ എന്ന പേര്,
അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിന് അധ്യാപക വൃത്തിയായിരുന്നു. അതും നമുക്കറിയാം. പണ്ടത്തെ കാലങ്ങളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് ആശാൻ എന്ന പേരിൽ സംബോധന ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി അധ്യാപക വൃത്തിയായിരുന്നു. പോരാത്തതിന് ആയുർവേദത്തിലും ജ്യോതിഷത്തിലും ഒക്കെ അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യവും ഉണ്ടായിരുന്നു. കുട്ടിയമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവിന്റെ മാതാവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, കുട്ടിയമ്മ വളരെ സ്വാത്വികമായ ചിന്താഗതിക്കാരിയായിരുന്നു. ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. എപ്പോഴും അവര് മണക്കൽ ക്ഷേത്രം, ഈ വയൽവാരം വീടിനോട് ചേർന്നുള്ള ഒരു ക്ഷേത്രമാണ് മണക്കൽ ക്ഷേത്രം. നമ്മളത് പലപ്പോഴും മണക്കൽ ക്ഷേത്രത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മണക്കൽ ക്ഷേത്രത്തില് എപ്പോഴും കുട്ടിയമ്മ പോവുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സ്വാത്വികമായൊരു സ്വഭാവ വിശുദ്ധിയായിരുന്നു കുട്ടിയമ്മയുടേത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗുരുവിന് 3 സഹോദരിമാരുണ്ട്. കൊച്ചു, കൊച്ചമ്മ, ദേവി. കൊച്ച്, ദേവി, മാത എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 3 സഹോദരിമാരാണ് ഗുരുവിനുള്ളത്. അപ്പോൾ ഈ 3 സഹോദരിമാര് കൂടാതെ അവർക്ക് നാലാമതൊരു കുഞ്ഞ്, അതാണ് നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു ജനിച്ച സമയത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കരഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ കരയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. അല്ല, എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുമ്പോൾ തന്നെ കരയാറുണ്ട്. പക്ഷെ ഗുരു കരഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ നിന്ന സ്ത്രീകളുടെ കുരവയും ആർപ്പുവിളികളും കുഞ്ഞിന്റെ നിസ്സംഗതയ്ക്ക് ഭംഗമായതുമില്ല. അവിടെ നിന്ന് സ്ത്രീകളൊക്കെ പരിഭ്രമരായി, കുട്ടിക്ക് ജീവൻ ഇല്ലെന്നുണ്ടോ എന്ന് വരെ അവർ സംശയിച്ചു പോയി. അപ്പോൾ ആ സംശയം മാടനാശാനെ അറിയിച്ചു. അദ്ദേഹവും അമ്മാവന്മാരും വന്ന് നോക്കിയപ്പോൾ കുട്ടിയിൽ ജീവൻ തുടിക്കുന്നതായും അവയവങ്ങൾ ചലിക്കുന്നതായും ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, ഇത് സാധാരണയുള്ള ഒരു കുട്ടിയല്ല, എന്തൊക്കെയോ ഒരു അസാധാരണത്വം ഈ കുഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് മാടനാശാനും ബാക്കിയുള്ള എല്ലാവരിലും ഒരു ചിന്ത ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെ ഒരു പറയപ്പെടുക മാത്രമല്ലല്ലോ, അത് സത്യമായ ഒരു കാര്യമാണ്. കാരണം ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു അസാധാരണ സംഭവമായിട്ട് തന്നെ നമുക്കിവിടെ കണക്കിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഗുരുവിന്റെ ജനനം വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് സംഭവിച്ചിരുന്നത്. 5 തരത്തിലുള്ള യോഗങ്ങൾ നമുക്കുണ്ട്. അതിലൊന്ന് ഗജകേസരി യോഗം, 2 ശ്രീകണ്ഠ യോഗം, 3 സാരസ്വത യോഗം, 4 കേസരി യോഗം, 5 ഉഭയചരിത യോഗം. അപ്പോൾ എന്തൊക്കെയാണ് ഈ യോഗം എന്ന് നോക്കാം. ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ യോഗ മുഹൂർത്തത്തിൽ ജനിക്കുന്നവർ ആരോഗ്യ ദൃഢഗാത്രരാണ്. അതുപോലെ തന്നെ സദ്വൃത്തരും കീർത്തിമാന്മാരുമായി തീരുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫലം എന്ന് പറയുന്നത്. രണ്ടാമതായി കാണപ്പെടുന്ന യോഗമാണ് ശ്രീകണ്ഠ യോഗം. ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ മുഹൂർത്തത്തിൽ ജനിക്കുന്നവർ വിശ്വൈക ജ്ഞാനികളും അതുപോലെ തന്നെ വിശ്രുത തപസ്വികളും ധർമ്മസ്ഥാപകരുമായി തീരും. നോക്കൂ, എത്ര സത്യമായിട്ടുള്ള കാര്യമല്ലേ. ധർമ്മസ്ഥാപകനാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ധർമ്മസ്ഥാപനമായിട്ടുള്ള ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിനെ നമുക്കായി നൽകിയത് മഹാഗുരുവാണ്. അപ്പോൾ ഈ യോഗം യഥേഷ്ടം ഗുരുവിൽ വന്ന് എന്ന് പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റും ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ യോഗം സാരസ്വത യോഗമാണ്. അതായത് ഈ മുഹൂർത്തത്തിൽ ജന്മം കൊള്ളുന്നവൻ സാഹിത്യകാരന്മാരുടെയും അല്ലെങ്കിൽ ഗുരുസ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന മഹാസാഹിത്യകാരനാകുമെന്നുമൊക്കെ കാണപ്പെടുന്ന യോഗമാണ് സാരസ്വത യോഗം എന്ന് പറയുന്നത്. നാലാമതായി കാണപ്പെടുന്നത് കേസരി യോഗമാണ്. കേസരി യോഗം എന്ന് പറയുന്നത് കളത്ര സ്ഥാനത്ത് കേസരി യോഗം കാണുന്നതിനാൽ വേളി നടക്കുകയില്ല. വേളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിവാഹം അഥവാ കല്യാണം നടക്കുകയില്ല എന്നതാണ് ഫലം. നമുക്കറിയാലോ, ഗുരു നിത്യബ്രഹ്മചാരിയാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ യോഗം അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അഞ്ചാമത്തെ യോഗം എന്ന് പറയുന്നത് ഉഭയചരിത യോഗമാണ്. എന്താണ് ഈ യോഗത്തിന്റെ ഫലം? അതൊരു പാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും വിജ്ഞാനവും ആർജവം പടുത്വവും ഉത്സാഹം വിജയവും അമ്പരത്തോളം വളർന്നുള്ള ഒരു സൽകീർത്തിയും അംബുജേക്ഷണനൊത്ത വീര്യവും വിളങ്ങിടും. അതായത് ഗുരുവിന്റെ ഈ ജനന സമയത്തെ ഈ സ്ഥിതി സവിശേഷതകളൊക്കെയും അംഗലക്ഷണങ്ങളും ഒക്കെയും ഒത്തുനോക്കി മാടനാശാന്റെ ഏറെ അടുത്തൊരു സുഹൃത്തായിരുന്ന ചെമ്പഴന്തി കണ്ണങ്കര വീട്ടിലെ മൂത്ത നാരായണപിള്ള പ്രവചിച്ചതാണ് ഇപ്രകാരം. ലോകം മുഴുവനും പ്രഭ ചൊരിയുന്ന ഒരു മഹാന്റെ ജനനമാണിത്. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ കുട്ടിയുടെ ആ ഒരു അസാധാരണത്വം മനസ്സിലാക്കാൻ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും, അതായത് മാടനാശാനും കുട്ടിയമ്മയ്ക്കും ഉൾപ്പെടെ മനസ്സിലായി. അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞിനെ കാണാൻ എത്തിയ മാടനാശാന്റെ അനിയനോട് മാടനാശാൻ ഇപ്രകാരം പറയുന്നുണ്ട്: എടാ ചിന്ന,
നാണു നമ്മുടെ കുഞ്ഞാണെന്ന് നീ കരുതണ്ട. അവൻ ഇവിടെങ്ങും നിൽക്കുകയില്ല. എങ്കിലും അവനെ ഉദ്ദേശിച്ച് വീടിന്റെ പൂമുഖത്ത് ഒരു മുറി എന്നും വൃത്തിയായി സൂക്ഷിക്കണം. അപ്പൊ നമുക്കറിയാം എത്രത്തോളം ഉദ്ദേശശുദ്ധിയോടു കൂടിയാണ് ആ പിതാവ് അങ്ങനെ പറഞ്ഞതെന്ന്. കാരണം ആ കുഞ്ഞിന്റെ ജനന സമയം മുതൽ മഹാസമാധി വരെയുള്ള ഈ ഒരു ഏഹ്, സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ നമ്മളൊരു പഠന വിഷയമായി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാകും ഗുരു എന്ന് പറയുന്നത് ഈ വെളിച്ചത്തിനെ പൂർണ്ണമായും നമ്മിലേക്ക് നൽകാൻ വന്ന ഒരാളാണെന്നുള്ളത്. ഈ അന്ധകാരത്തിനെ അകറ്റുവാൻ വേണ്ടി ഗുരു വന്നതാണിവിടെ. എല്ലാവർക്കും നന്ദി, നമസ്തേ. അടുത്ത ദിവസം നമുക്ക് അടുത്ത അധ്യായവുമായി കാണാം.